എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ. നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. പക്ഷേ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കുറേ കൂടി വലിയൊരു ചാപ്റ്ററാണ്. മാത്രമല്ല ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ധാരാളം ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ അളവുകൾ തന്നു കഴിഞ്ഞാൽ ഒരു ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ത്രികോണം വരയ്ക്കാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ, ഇപ്പോൾ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ, മറ്റൊരു സൈഡ് 5 സെൻറ്റിമീറ്റർ, മറ്റൊരു സൈഡ് 6 സെൻറ്റിമീറ്റർ. ഈ നീളത്തിൽ നമ്മളോട് ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ത്രികോണം വരയ്ക്കും? നമുക്കറിയാം, നമ്മൾ ആദ്യം 4 സെൻറ്റിമീറ്റർ എടുക്കും അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യും? 5 സെൻറ്റിമീറ്ററാണ് അടുത്ത വശം അല്ലേ. അപ്പോൾ നമ്മൾ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കും. അതിനുശേഷം കോമ്പസിൻ്റെ ഒരു തല ഇവിടെ കുത്തും. അതിനുശേഷം എന്ത് ചെയ്യും? നാം ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും അല്ലേ. 5 സെൻറ്റിമീറ്റർ എടുത്തോട്ട് ആർക്ക് വരയ്ക്കും. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത വശം 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ കോമ്പസ് എടുക്കും, ഇവിടെ കുത്തും. അതിനുശേഷം ഈ ആർക്കിനെ നാം എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ആർക്ക് കട്ടാവുന്ന ഭാഗം ഇതായിരിക്കും നമ്മുടെ 3ാമത്തെ പോയിന്റ്, ത്രികോണത്തിൻ്റെ 3ാമത്തെ മൂല. അപ്പോൾ നമുക്കിവിടെ 5 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്ക് വരയ്ക്കാം അല്ലേ. ഇനി മറ്റൊരാൾക്ക് വേറെ തരത്തിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇപ്പം ഇവിടെ തന്നെ 4 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തു, ആദ്യം 4 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ താളം എന്ത് ചെയ്തു? ഇവിടെ കുത്തിയിട്ട് 5 സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുത്തത് അല്ലേ. അതിന് പകരം മറ്റൊരാൾ എന്ത് ചെയ്തു? 6 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് ഈ 4 സെൻറ്റിമീറ്ററിന് ഈ വശത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് 6 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഒരു ആർക്ക് വരച്ചു. ഇനി ഈ അറ്റത്ത് നിന്ന് എന്ത് ചെയ്തു? 5 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തു, 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതിങ്ങനെ ജയിച്ചു. അപ്പോൾ എന്താ? ഇവിടെ വെച്ചാണ് ആർക്ക് കട്ടായത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം അല്ലേ. അതായത് ഇവിടുത്തെ 5 സെൻറ്റിമീറ്റർ എന്നുള്ളത് എങ്ങോട്ട് മാറി? ഇപ്പുറത്തേക്ക് മാറി. വശങ്ങൾ പരസ്പരം മാറി അല്ലേ. ഈ വശം ഇവിടെ തന്നെ നിൽക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ 4 സെൻറ്റിമീറ്റർ അടിയിലെടുത്തതിന് പകരം 5 സെൻറ്റിമീറ്റർ അടിയിലെടുത്ത് വരയ്ക്കാം അല്ലേ. അങ്ങനെയും നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ ആദ്യം എടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്കെയിൽ വെച്ച് കരുതി ഒരു 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ. ഇനി ഏതാണ്? ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുക്കാമെന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ അടയാളം എടുത്തതിന് ശേഷം കോമ്പസ് ഇവിടെ കുത്തിയിട്ട് നമ്മൾ 4 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് വരയ്ക്കുന്നു. 4 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു. ഇനി നോക്കിയേ, അടുത്ത വശം 6 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുത്തുന്നു, കുത്തിങ്ങായിട്ട് 6 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി. ഈ പോയിന്റാണ് നമ്മുടെ 3ാമത്തെ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിൽ ത്രികോണം കിട്ടും. നമ്മളിവിടെ അളവെടുത്തിട്ടല്ല ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ചെന്നുള്ളൂ. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ. നമ്മൾ കൃത്യമായ അളവെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ? കുറച്ചും കൂടി ചെരിഞ്ഞിട്ടായിരിക്കും ഏറെക്കുറെ ഇങ്ങനെ ഉണ്ടാവാം. ഇനി നമുക്ക് നോക്കിയാൽ ഈ ത്രികോണം മറ്റൊരു രീതിയിൽ വരയ്ക്കാമല്ലോ. ഇവിടെ 5 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ നമ്മൾ എടുത്തു, 5 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി ഇവിടെ നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ. അതിന് പകരം ഞാൻ 6 സെൻറ്റിമീറ്റർ എടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യും? ഒരു 6 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കും അല്ലേ. അപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് വരച്ചു, 6 സെൻറ്റിമീറ്ററിൽ. അതിനുശേഷം ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് 4 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആർക്ക് വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ത്രികോണം നോക്കിയേ, ഇതിങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ത്രികോണം കിട്ടി. അപ്പോൾ ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ, ഇവിടെയോ? ഇവിടെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ത്രികോണത്തെ വരയ്ക്കാം അല്ലേ. ഇനി നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ 5 സെൻറ്റിമീറ്റർ അടിയിലെടുത്തതിന് പകരം 6 സെൻറ്റിമീറ്റർ അടിയിലെടുക്കുക അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ എടുത്ത് വരച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്ത പോലെ 4 സെൻറ്റിമീറ്റർ ഇപ്പുറത്തും 6 സെൻറ്റിമീറ്റർ ഇങ്ങനെയും വരയ്ക്കാം. അതല്ലെങ്കിലോ വീണ്ടും നമുക്ക് 6 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് വരയ്ക്കാം, 4 സെൻറ്റിമീറ്റർ അപ്പുറത്ത് വരയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 സൈഡുകളുടെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ 6 രീതിയിൽ നമുക്ക് ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ 6 ത്രികോണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ത്രികോണങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്താണ് വ്യത്യാസം? അവ മറിഞ്ഞും തിരിഞ്ഞിരിക്കുന്നു അല്ലേ. മറിച്ചും തിരിച്ചും വെച്ചു എന്നല്ലാതെ ആ ത്രികോണങ്ങളുടെ വശങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റില്ല.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നാം ഇപ്പോൾ ഒരു കട്ടിയുള്ള കടലാസിൽ ഇപ്പോൾ ഈ 6 ത്രികോണങ്ങൾ ഇതുപോലെ വരച്ചു. 4 ത്രികോണങ്ങളാണ് നമ്മൾ വരച്ചത്. നമ്മൾ 2 ത്രികോണങ്ങളുടെ കാര്യം കൂടി പറഞ്ഞു അല്ലേ. അപ്പോൾ അവ ഇതേപോലെ വരച്ചിട്ട് നാം അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ ഇരിക്കും, ഒറ്റ ത്രികോണമായിട്ട് തോന്നുള്ളത് അല്ലേ. അതായത് വശങ്ങളും കോണുകളൊക്കെ തന്നെ ചേർന്നിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറെ ഇതിന് പകരം 3 വേറെ അളവുകൾ എടുത്തെന്ന് വിചാരിക്കുക. ആ അളവുകൾ എടുത്തിട്ട് ഇതുപോലെ 6 തരത്തിൽ ത്രികോണം വരച്ചിട്ട് അവ ചേർത്ത് വെച്ചാൽ എന്തായിരിക്കും, ഇതേപോലെ തന്നെ ചേർന്നിരിക്കും അല്ലെ, ഒരൊറ്റ ത്രികോണം പോലെ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ എന്തായിരിക്കും, അവയുടെ കോണുകളും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഈ 6 കോണുകളും ഇങ്ങനെ പറഞ്ഞല്ലോ മുളേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഒരേപോലെ തോന്നും അല്ലേ. അപ്പം അതിൻ്റെ കോണുകളും വശങ്ങളും ഒക്കെ തുല്യമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ 2 ത്രികോണങ്ങളുടെ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമായി കഴിഞ്ഞാൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും. ഇതാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കാവുന്ന ആദ്യത്തെ വലിയൊരു പോയിന്റ്. അതായത് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ കോണുകളും തുല്യമായിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ ഈ 2 ത്രികോണങ്ങൾ തന്നെ തൽക്കാലം എടുക്കാം. ഇത് നമുക്ക് മായ്ച്ചളയാം. അപ്പൊ നാം പറഞ്ഞു ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമായി കഴിഞ്ഞാൽ കോണുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അത് നമ്മൾ പഠിച്ചു. ഇനി ഈ ത്രികോണത്തിന്റെ കോണുകൾ ഓരോ കോണും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏത് കോണുകൾക്ക് ഈക്വൽ ആയിരിക്കും? അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു കോണുകൾ ഈക്വൽ ആവുന്ന നമ്മൾ പഠിച്ചു അല്ലേ. പക്ഷെ ഏത് കോണിനാണ് ഈക്വൽ ആവുക? നമുക്കറിയാം ഇതിന്റെ വലിയ കോൺ ഇതിന്റെ വലിയ കോണിന് തുല്യമായിരിക്കും അല്ലേ. ഇതിന്റെ ചെറിയ കോൺ ഇതിന്റെ ചെറിയ കോണിന് തുല്യമായിരിക്കും. ഇതിന്റെ രണ്ടിനിടയിലുള്ള കോൺ ഇതിനും രണ്ടിനിടയിലുള്ള കോണിന് തുല്യമായിരിക്കും. അത് നമുക്കറിയാം. പക്ഷെ ഏതാണ് വലിയ കോൺ ഏതാണ് ചെറിയ കോൺ? അപ്പം അത് നമ്മൾ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ത്രികോണത്തിലെ ഏറ്റവും വലിയ വശത്തിന് എതിരെയുള്ള കോണായിരിക്കും ഏറ്റവും വലിയ കോൺ. ഇനിയോ ചെറിയ വശത്തിനെതിരെയുള്ള കോണായിരിക്കും ഏറ്റവും ചെറിയ കോൺ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണ്? 6 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 6 സെന്റിമീറ്റർ ആണ് ഏറ്റവും വലിയ വശം. അപ്പൊ അതിന് എതിരെയുള്ള കോൺ ഏതാണ്? ഇതാണ് 6 വശം, 6 സെന്റിമീറ്റർ ഉള്ള വശം. അതിന് നേരെ എതിരെയുള്ള കോൺ ഏതാണ്? ഈ കോൺ അല്ലേ. ഇതാണ് ഇതിന്റെ എതിരെ കിടക്കുന്ന കോൺ. മറ്റേ 2 കോണും നോക്കിയാൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കോണുകളാണ് അല്ലെ. ഈ വശത്തിനോട് ചേർന്ന് കിടക്കുന്ന കോണുകൾ. ഈ കോൺ ഇതായിട്ടൊരു ബന്ധമില്ല, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഈ ത്രികോണത്തിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. അപ്പോൾ ABC എന്ന് കൊടുക്കാം. ABC, ഈ ത്രികോണത്തിന് നമ്മൾ ABC എന്ന് പേര് കൊടുത്തു. നമുക്ക് ഈ ത്രികോണത്തിന് ഒരു PQR എന്ന് കൊടുക്കാം. PQR. അപ്പോൾ ഈ ചിത്രത്തിൽ ഈ ത്രികോണത്തിൽ ഏറ്റവും വലിയ വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണാണ് ഏത്? ആംഗിൾ A അല്ലേ. A എന്ന് പറയുന്ന കോൺ. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഏറ്റവും വലിയ വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണാണ് ഏതാണ്? ആംഗിൾ Q. അപ്പൊ ഇതിൽ ആംഗിൾ Q. അപ്പൊ എന്തായിരിക്കും? ആംഗിൾ Aയും ആംഗിൾ Qയും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇത് രണ്ടാമത്തെ നീളം ഏതാണ്? ഏറ്റവും വലുതല്ല. ഇനി രണ്ടാമത്തെ നീളമുള്ള വശം ഇതാണ്, 5 സെന്റിമീറ്റർ ഉള്ളതാണ് അല്ലേ. അതായത് 5 സെന്റിമീറ്റർ. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ B. അതായത് ഇപ്പോൾ നമ്മൾ 5 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇവിടെ ആംഗിൾ B. അപ്പോൾ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ P ആണ്. അപ്പോൾ ആംഗിൾ Pക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ കോണും ഈക്വൽ. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ചെറിയ വശം ഏതാണ്? 4 സെന്റിമീറ്റർ. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ C. അപ്പോൾ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് ആംഗിൾ C ആണ്. ഇവിടെ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് ആംഗിൾ R ആണ്. അതുകൊണ്ട് ഇവ ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഇവിടെ ഞാൻ 2 വേറെ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ. ത്രികോണം ABCയും മറ്റൊരു ത്രികോണം PQRും. ഇതിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഇവിടെയാണെങ്കിലോ ഇവിടെ ഇത് 3 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ. ഇനി ഈ 2 ത്രികോണങ്ങളിൽ ഏത് കോണുകളായിരിക്കും ഈക്വൽ? അപ്പോൾ നാം ഇവർ പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും വലിയ വശം ഏതാണ്? 6 സെന്റിമീറ്റർ. അതിന്റെ ഒപ്പം നമ്മൾ 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള കോൺ ഏതാണ്? ആംഗിൾ A അല്ലേ. അപ്പോൾ ആംഗിൾ A ആണ്. അപ്പോൾ ആംഗിൾ A ഏതിന് തുല്യമായിരിക്കും? ഇവിടെ 6 സെന്റിമീറ്റർ ഇതാണ്. ഇതിന് ഓപ്പോസിറ്റുള്ള വശം ആംഗിൾ R ആണ്. അപ്പോൾ ആംഗിൾ A ആംഗിൾ Rന് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത നീളമുള്ള വശം ഏതാണ്? 6 കഴിഞ്ഞാൽ 5 അല്ലേ. ഈ വശം ഇതിന് ഓപ്പോസിറ്റുള്ള കോൺ B ആണ്. അപ്പം ആംഗിൾ B
ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള വശം കോണ് ആംഗിൾ പി ആണ്, അതുകൊണ്ട് ആംഗിൾ പിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ ഏറ്റവും ചെറിയ വശം ഏതാണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? അതിന് ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ ക്യൂ. അപ്പോൾ ആംഗിൾ സി ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണ്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ്, ഇത് 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള കോണുകൾ, ഇതാണെങ്കിലോ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള കോണുകൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് എളുപ്പം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? നമുക്കിവിടെ 2 ജോഡി ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ജോഡി ത്രികോണം. അതിൽ ഈ ഒന്നാമത്തെ ജോഡി 2 ജോഡി ത്രികോണങ്ങളുടെയും അളവുകൾ, വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ ഈ ത്രികോണത്തിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മളിപ്പോൾ ചെയ്തു നിർത്തിയാലോ, അത് തന്നെയാണ് ചോദ്യം. അതേപോലെ തന്നെ ഇവിടെയും ഈ ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോൺ ഇതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായ ചോദ്യം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വല്ലാണ്ട് തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാം എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഏറ്റവും വലിയ വശം ഏതാണെന്ന് നോക്കാം. ഏതാണ് ഏറ്റവും വലിയ വശം? ഇതിൽ 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും വലിയ വശം. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? എൽ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ത്രികോണത്തിന് പേര് തന്നിട്ടുണ്ട്, LM N എന്ന് പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ്, ഏറ്റവും വലിയ വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണാണ് ആംഗിൾ L അല്ലേ? അപ്പോൾ കോൺ L. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണെന്ന് നോക്കാം. ഏതാണ് 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ? ആംഗിൾ Y അല്ലേ? അപ്പോൾ ആംഗിൾ L ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ Y. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി അതിൽ രണ്ടാമത്തെ നീളം കൂടിയ വശം ഏതാണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? 3 സെൻറ്റിമീറ്റർ ഉള്ള വശമാണ് ഏറ്റവും വലിയ രണ്ടാമത് നീളമുള്ള വശം. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ അല്ലെ? ഓപ്പോസിറ്റ് കൊടുക്കുന്ന കോൺ എന്ന് പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം. ഈ 2 കോണുകളുണ്ട്. ഈ 2 കോണുകളും ഈ വശത്തിനോട് ചേർന്നാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇതായിട്ടൊരു ബന്ധമില്ലാത്ത കോൺ ഇതാണോ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ. അപ്പോൾ ഇതിന് 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ N അല്ലേ? അപ്പോൾ നമുക്കിവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണിവിടെ ആംഗിൾ N ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് ആംഗിൾ X ആണ്. അപ്പോൾ ഇവ തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൽ ഏറ്റവും ചെറിയ വശം ഏതാണ്? 2 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ M അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് ആംഗിൾ M ആണ്. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ Z ആണ്. കണ്ടില്ലേ? വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കിയാൽ ഇതാണ് അടുത്ത ജോഡി ത്രികോണങ്ങൾ. ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യത്തിൽ നോക്കിയാൽ ഇവിടെ 2.4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3.6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏറ്റവും വലിയ വശം ഏതാണ്? 3.6 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 3.6 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും വലിയ വശം. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ C അല്ലേ? അപ്പോൾ ആംഗിൾ C. ഇനി ഇവിടെ 3.6ന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ഇതാണ് 3.6. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് ആംഗിൾ Q. അപ്പോൾ ആംഗിൾ C ആംഗിൾ Qന് ഈക്വൽ ആണ്. ഇനി 3.6 കഴിഞ്ഞാൽ പിന്നെ എത്ര നീളമുള്ള വശം ഏതാണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ A. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ആംഗിൾ A ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ആംഗിൾ R ആണ്. അതുകൊണ്ട് നമുക്ക് അവ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ ഏറ്റവും ചെറിയ വശം ഏതാണ്? 2.4 സെൻറ്റിമീറ്റർ അല്ലേ? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ B. അപ്പോൾ 2.4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാണ്? ആംഗിൾ B ആണ്. അപ്പോൾ ഇവിടെ 2.4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ P അല്ലേ? അപ്പോൾ ആംഗിൾ P. അപ്പോൾ ആംഗിൾ Bയും ആംഗിൾ Pയും ഈക്വൽ ആണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് നോക്കിയാൽ 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ 2 ത്രികോണങ്ങൾ AB = QR. ചോദ്യത്തിലുണ്ട് ABയും QR ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ നീളം ഈക്വൽ ആണ്. ഇനി BC RP. BCയും ഇത് BC, ഇത് RP. അപ്പോൾ ഈ വശവും ഈക്വൽ ആണ്. അതുപോലെ തന്നെ CA ഈ വശവും
പി ക്യു എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളും ഈക്വലാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നാം ഇനി എന്ത് ചെയ്യണം? ഇതിലെ ഈ ത്രികോണത്തിലെ ഈ ആംഗിൾ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മാത്രമല്ല ഈ ത്രികോണത്തിലെ 3 കോണുകളും എത്ര വീതമാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതിലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ത്രികോണത്തിലെ ഈ കോൺ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആംഗിൾ സി എങ്ങനെ കിട്ടും നമുക്ക്? ആംഗിൾ സി ഈക്വൽ ടു നോക്കിയേ, നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ 180ൽ നിന്ന് ഈ 2 കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? അതായത് 180 മൊത്തം 180 ആണ്. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? ഇത് 2 കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഉത്തരം കിട്ടി. അപ്പോൾ 40 + 60. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺ കിട്ടി അല്ലേ? അപ്പോൾ അതായത് 180 മൈനസ് 40 60 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100. അപ്പോൾ എത്ര കിട്ടി? 80 ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി ഇത് 80 ഡിഗ്രി. ഇനി നമുക്ക് ഇതിലെ കോണുകളുടെ അളവ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം വശങ്ങൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ കോണുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ വശങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വശങ്ങളാണ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ അനുസരിച്ച് കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം നോക്കിയേ, എ ബിക്ക് ഈക്വൽ ക്യു ആർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് എ ബിക്ക് ഈക്വൽ ആണ് ക്യു ആർ ആണല്ലോ. ഇതാണ് എ ബി, ഇതാണ് ക്യു ആർ. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ക്യു ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കണം വേണ്ടേ? അതാണ് നാം പഠിച്ചത്. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ സി അല്ലേ? അപ്പോൾ ആംഗിൾ സി ഏതിന് ഈക്വൽ ആയിരിക്കണം? ക്യു ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ക്യു ആർ എന്ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആംഗിൾ പി. അപ്പോൾ ആംഗിൾ സി ആംഗിൾ പിയും ഈക്വൽ ആയിരിക്കണം അല്ലേ? ആംഗിൾ സി എത്രയാണ്? ആംഗിൾ സി 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി എത്ര വരും? ആംഗിൾ പിയും 80 ഡിഗ്രി തന്നെ വരും. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 80 ഡിഗ്രി. ഇനി അടുത്ത ഏതൊക്കെയാണ് വശങ്ങൾ ഈക്വൽ? ബി സി ഏതിന് ഈക്വലാണ്? ആർ പിക്ക് ഈക്വലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ബി സി നോക്കിയാൽ ബി സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഏതാണ്? ഇത് അല്ലേ? ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എ ഏതിന് ഈക്വൽ ആയിരിക്കണം? ആർ പിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ. അപ്പോൾ നോക്കിയേ, ആർ പി ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണ് ആംഗിൾ ക്യൂ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ക്യൂയും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആംഗിൾ എ 40 ആണ്. അപ്പോൾ ആംഗിൾ ക്യൂ എത്ര ആയിരിക്കും? ഇതും 40 തന്നെ ആയിരിക്കും അല്ലേ? ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ അതും കിട്ടി. ഇനി അടുത്തത് ഏതാണ്? സി എ ഏതിന് ഈക്വലാണ്? പി ക്യൂന് ഈക്വലാണ്. അപ്പോൾ സി എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ എത്രയാണ്? കോൺ ബി ആണ് അല്ലേ? ബി ആണ്. അപ്പോൾ കോൺ ബി ഏതിന് ഈക്വൽ ആയിരിക്കണം? പി ക്യൂന് ഓപ്പോസിറ്റിലെ കോൺ അല്ലേ? അപ്പോൾ പി ക്യൂന് ഓപ്പോസിറ്റിലെ കോൺ ഏതാണ്? ആംഗിൾ ആർ. ആംഗിൾ ആറിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ബി എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് ആംഗിൾ ബി? 60 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ എത്ര വരും? 60 ഡിഗ്രി തന്നെ വരും അല്ലേ? അപ്പോൾ ഇത് 60. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്കതിൽ കുറച്ചും കൂടി ചോദ്യങ്ങൾ വായിക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.